നമസ്കാരം. വയനാട് ഉരുൾപൊട്ടലിൽ ഇന്ന് വരെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇതുവരെ ലഭിച്ചത് 75 മൃതദേഹങ്ങളും 142 ശരീരഭാഗങ്ങളും. വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടേതായി ചാലിയാർ പുഴയിൽ നടത്തിയ തെരച്ചിലിൽ ഇന്ന് ലഭിച്ചത് 2 മൃതദേഹങ്ങളും 10 ശരീരഭാഗങ്ങളുമാണ്. ഇതോടെയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ ലഭിച്ച മൃതദേഹങ്ങൾ 75ഉം ശരീരഭാഗങ്ങൾ 142മായി മാറിയത്. ആകെ 217 എണ്ണമാണ്. 38 പുരുഷന്മാരുടെയും 20 സ്ത്രീകളുടെയും 3 ആൺകുട്ടികളുടെയും 4 പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത്. ഇതുവരെ 212 മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. 203 എണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും 3 എണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു. ദുരന്തത്തിന് ഒരാഴ്ച പിന്നിടുമ്പോൾ ചാലിയാറിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ 6ാം ദിവസവും തുടർന്നു. ചാലിയാർ പുഴയോട് ചേർന്ന വനമേഖലയിലായിരുന്നു ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടന്നത്. വനം വകുപ്പും സംയുക്ത സംഘവും തിരച്ചിലിൽ പങ്കാളികളായി. പോത്തുകല്ല് പഞ്ചായത്ത് പരിധിയിൽ നിന്ന് ഉരുൾപൊട്ടൽ നടന്ന ചൂരൽമല ഭാഗത്തേക്ക് കഴിയാവുന്ന ദൂരം തിരച്ചിൽ നടത്തുന്നുണ്ട്. മുണ്ടേരി ഫാമിൽ നിന്നും നിശ്ചിത ടീമുകളായി ഇരുട്ടുകുത്തി കടവ് മുതൽ മുകളിലേക്കാണ് തിരച്ചിൽ നടത്തിയത്. ചാലിയാറിന്റെ മറ്റ് ഭാഗങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരും തിരച്ചിൽ നടത്തി. അതേസമയം വയനാട് ദുരന്തത്തിലെ ആകെ മരണസംഖ്യ 380ആയി ഉയർന്നുവെന്നാണ് റിപ്പോർട്ട്. മുണ്ടക്കയിൽ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. സൈന്യം റഡാർ ഉപയോഗിച്ചും പരിശോധിച്ചിരുന്നെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. അതേസമയം മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് 221 എണ്ണമാണ്. പുരുഷന്മാർ 97, സ്ത്രീകൾ 87, കുട്ടികൾ 37 എന്നിങ്ങനെയാണ് കണക്ക്. മറ്റു കണക്കുകൾ ഇപ്രകാരമാണ്. ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം 172, കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ എണ്ണം 166, പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹങ്ങളുടെ എണ്ണം 220, പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരഭാഗങ്ങളുടെ എണ്ണം 160, ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം 71, ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ ശരീരഭാഗങ്ങളുടെ എണ്ണം 132, നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം 37, ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം 135. ദുരന്ത പ്രദേശത്ത് നിന്നും ആശുപത്രികളിൽ എത്തിച്ചവരുടെ എണ്ണം 568. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളവർ 91, ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ആയവർ 253 എന്നിങ്ങനെയാണ് കണക്കുകൾ. കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കാർഡ് വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഉരുൾപൊട്ടൽ ബാധിത പ്രദേശമായ മേപ്പാടിയിലെ 44, 46 നമ്പർ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മുഴുവൻ പേരുടെയും വിവരങ്ങൾ പഞ്ചായത്ത്, താലൂക്ക്, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് കൈമാറിയതായി ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. ഉരുൾപൊട്ടലിൽ നശിച്ച പ്രദേശത്തെ 2 റേഷൻ കടകളുടെ പ്രവർത്തനം മേപ്പാടിയിൽ തന്നെ ആരംഭിച്ചു. സിവിൽ സപ്ലൈസിന്റെ അവശ്യ സാധനങ്ങളുമായി ദുരന്ത പ്രദേശത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് തടസ്സം നേരിട്ടാൽ ബന്ധപ്പെട്ടവരും അറിയിക്കാം. അടുത്ത അത് രമേശ് ബാബു.